ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിഷസ് കോർണർ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒട്ടും കയ്പില്ലാത്ത നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു പാവയ്ക്ക കറി റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിനു മുന്നേ എൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇന്നത്തെ റെസിപ്പി പാവയ്ക്ക കറി ഉണ്ടാക്കാൻ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളൻ പുളി നല്ലപോലെ വാഷ് ചെയ്ത് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ ചിരകിയതും 3 പാവയ്ക്ക നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പുവെള്ളത്തേക്ക് ഇട്ട് വാഷ് ചെയ്തെടുക്കണം. അതുപോലെ 1 ഉള്ളിയും 2 ടൊമാറ്റോയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കിയെടുക്കാം. ആദ്യം സ്റ്റൗ ഓൺ ചെയ്ത് ഒരു കടായി വെച്ച് കൊടുത്തു. ചൂടായതിനു ശേഷം ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ പൊട്ടിയതിന് ശേഷം 1 ഉള്ളിയാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് വാടിയ ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന പാവയ്ക്കും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മീഡിയം സൈസുള്ള 3 പാവയ്ക്കാണ്. നല്ലപോലെ കട്ട് ചെയ്ത ശേഷം ഉപ്പ് വെള്ളത്തിട്ട് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ലിഡ് ക്ലോസ് ചെയ്ത് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പാവയ്ക്ക കുക്കായി കിട്ടും. അതുപോലെ അതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി കിട്ടുന്നതാണ്. ഇപ്പോൾ പാവയ്ക്ക നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന ടൊമാറ്റോയും കൂടി ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പാവയ്ക്ക കറി. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ ഒരു പുളി നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം മാത്രം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വേറെ വെള്ളം ഞാൻ ആഡ് ചെയ്യുന്നില്ല. പുളി വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പാവയ്ക്ക അതിൽ കിടന്ന് തന്നെ വെന്ത് കിട്ടണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1 കഷ്ണം ശർക്കരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ലിഡ് ക്ലോസ് ചെയ്ത് നമുക്ക് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമുക്കിതിന് വേണ്ട മസാല ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യം സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുത്തു. ചൂടായതിനു ശേഷം അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 കഷ്ണം ഉള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നീട് പെരുംജീരകം ഒരു 1/2 ടേബിൾ സ്പൂൺ, അതുപോലെ ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ പൊടിയുടെ ഒരു പച്ച മണം പോകുന്നവരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ലപോലെ തണുത്ത ശേഷം മിക്സി ജാറിലേക്കിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സി ജാറിലേക്കിട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ആ ഒരു പെരുംജീരകം ആഡ് ചെയ്തതുകൊണ്ട് ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവറാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്ത ശേഷമാണ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തത്. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് 2 പ്രാവശ്യം ലിഡ് ഓപ്പൺ ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിരുന്നു.
ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചെടുത്ത അരപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. നമുക്ക് അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 തിള വന്ന ശേഷമാണ് മിക്സി ജാറ് കഴുകിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സി ജാറ് കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് വേറെ വെള്ളം ആഡ് ചെയ്തിട്ടില്ല. മിക്സി ജാറ് കഴുകിയ വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലിഡ് ക്ലോസ് ചെയ്ത് ഒരു 3 മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റും കൂടി നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ കറിയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. പാവയ്ക്കയിലോട്ട് നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് സമയം വെച്ച് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാവുന്നത്. ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഒട്ടും കയ്പില്ലാത്ത നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു പാവയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂട് ചോറിനോടൊപ്പം കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.